ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് മക്കൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു പാർക്കിലാണ്. ഇത് മമ്പാടുള്ള ടേക്ക് ഫൺ വില്ലേജ് എന്ന് പറയുന്ന ഒരു പാർക്കാണ് കേട്ടോ. മമ്പാട് തന്നെയുള്ള റിവർലാൻഡിലേക്ക് ഞങ്ങൾ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. ഞങ്ങൾ വന്ന ടൈം കുറച്ച് നേരത്തെ ആയി പോയിട്ടുണ്ട്. ഇവിടെ ഒരു 5 മണിക്ക് ശേഷമൊക്കെ വന്നാലാണ് കേട്ടോ വെയിലൊക്കെ ഒന്ന് ആറി ഒരു നല്ലൊരു അന്തരീക്ഷം ആവുക. ഞങ്ങളൊരു 2 മണി ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ഇന്ന് മഴയും കുറവാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ റൈഡിലൊന്നും കയറാതെ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് ചെറിയൊരു ഐസ്ക്രീമൊക്കെ കിട്ടിയത് അത് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് അവിടെ റെസ്റ്റ് എടുത്തു. സ്റ്റെപ്പ് കയറി കുറച്ച് മുകളിലെത്തിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ താഴെ തന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇവിടെ മറ്റേ ഈ തിരമാലയൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഇത് 5 മണിക്ക് ശേഷം ഓപ്പൺ ആവുള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഓപ്പൺ ആക്കുക. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് ഇവരെല്ലാം ചെക്ക് ചെയ്യാണ് ഏതൊക്കെ റൈഡിൽ കയറണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ സലൂൺ ഉണ്ടല്ലോ, ഒറ്റ റൈഡിലും കയറണ്ട, സ്വിമ്മിംഗ് പൂൾ മാത്രം മതി എന്നാണ് ഓൻ പറഞ്ഞത് കേട്ടോ. റൈഡൊക്കെ ഞാൻ ഇതിൽ കയറേണ്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ പക്ഷേ ഇതൊക്കെ കുട്ടികളതല്ലേ എന്നുള്ള ആ ഒരു മൈൻഡിലാട്ടോ നിന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഇതിനകത്ത് 3 പൂളുകളാണ് കേട്ടുള്ളത്. അതിലൊന്ന് 8 വയസ്സ് മുതലാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഈ കാണുന്ന പൂള് 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ബോട്ടിങ്ങിൻ്റെയാണ്. പിന്നെ ഇതിൻ്റെ നേരെ അപ്പുറത്തെ റിസോർട്ടാണുള്ളത്. അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത റൈഡൊക്കെ ഉള്ള ഭാഗത്തേക്ക് പോയി. ഇപ്പം തന്നെ സ്വിമ്മിംഗ് പൂളൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. കാരണം കുറച്ചും കൂടി കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഒരു രസം കളിക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പുറത്ത് ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഈ കാണുന്നത് മുന്തിരിൻ്റെ എന്താണ് വള്ളിയാണ്. പക്ഷെ അവിടെ മുന്തിരിയൊന്നുമില്ല, ഒക്കെ ഉണങ്ങി വാടിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തുള്ള റൈഡിലൊന്നും ഇവരൊക്കെ അങ്ങനെ ഒരു താല്പര്യം കാണിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വല്ലാതെ നിർബന്ധിക്കാനും പോയില്ല. പിന്നെ ഇവിടെ മറ്റേ ഈ 3D ടണൽ റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറണമെന്ന് എനിക്കും ഐശ്വര്യനും ചെറിയൊരാഗ്രഹം. അവിടെ സല്ലൂന് പോകണ്ട കേട്ടോ. പക്ഷേ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മിനിമം 3 ആൾക്കാരെങ്കിലും വേണം, കുറച്ചൊക്കെ ആൾക്കാരായിട്ട് അതിൻ്റെ അകത്തൊക്കെ കയറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ വേണ്ട, റിസ്ക് എടുക്കണ്ട. അപ്പോൾ അത്ര നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലാടി കുറേ. പിന്നെ എന്താ അവർ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. വെറുതെ നിൽക്കുമ്പോൾ വരച്ച് നിൽക്കാന്നൊക്കെ പറയില്ല, അതേക്കെ പോലെ വെറുതെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് മെസ്സി ചെയ്യുക, ഇങ്ങനെയാണ് എംപാപ്പ ചെയ്യുക, റൊണാൾഡോ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് അവർക്ക് കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വെയിൽ മാറി തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ഇനി അധികം നിൽക്കണ്ടെന്നാൽ പിന്നെ മക്കൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൂളിക്കുള്ള ടിക്കറ്റ് എടുത്ത് ഒരു പൂളിൽ കയറാൻ പോവാണ് കേട്ടോ. സല്ലുവിൻ്റെ വരവ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓനൊട്ടും പേടിയില്ലാണ്ട് നല്ല കൂളായിട്ടാണ് വന്നതെന്ന് കേട്ടോ. പക്ഷേ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ ആ വരവിൽ. പിന്നെ ഓനക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഐഷു ഒരൊറ്റ വരവേ ഇതിൽ വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഓള് നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. ഓള് വന്നത് തന്നെ കുറച്ച് റോങ് ആയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അല്ലേന്ന് വരേണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ ഓൾ ഈ റൈഡിൽ കയറിയിട്ടേ ഇല്ല. പിന്നെ ഓൾ ഇതിൻ്റെ താഴത്തെ ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് പോയിട്ടോ. എനിക്ക് ഇവിടെ വയ്യ, ഇവിടെ ഞാൻ മുങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ കളിച്ചിട്ട് പിന്നെ ഓൾ ഇങ്ങോട്ട് തന്നെ കയറി വന്നു. പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വിട്ടില്ല കേട്ടോ. കാരണം അതൊരു നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇവിടെ കളിക്കുമ്പോൾ പിന്നെ ഇവിടെ തന്നെ കളിക്കാം. പിന്നെ ഇവർ വെള്ളത്തിൽ കളിക്കണ ടൈമിൽ നല്ല കച്ചറയായിരുന്നു. ഓൾക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാഞ്ഞിട്ട് ഭയങ്കര അർജൻറ്റായിരുന്നു കേട്ടോ. പിന്നെ ഓളൊരു പൂതിക്കാനും ഓളെ കാലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവർ ഫുള്ള് റൈഡിലായിരുന്നു കേട്ടോ. ഈ റെഡിൽ കയറാൻ ആദ്യം 2 ആൾക്കും പേടിയായിരുന്നു. പിന്നെ അതിൽ കയറി കഴിഞ്ഞിട്ട് പറഞ്ഞു അത് ഈസിയാണ്, അതിൽ പതുക്കെ വരുന്നുള്ളൂ, അത്ര സ്പീഡൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. കുറച്ച് നേരം പിന്നെ 2 ആളും ഫുള്ള് റെഡിലായിരുന്നു. പിന്നെ സല്ല് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം കൂടി യെല്ലോയിലൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയറിയിട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര ഇതായി. പിന്നെ ഫുള്ളായിട്ട് ഓൻ അതിൽ തന്നെ കളിച്ചിട്ടോ. അവൻ്റെ പേടിയൊക്കെ മാറിയിട്ട് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു.
അവിടെ നിന്നാൽ അമ്മിക്ക് വെള്ളത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓളെയും കൊണ്ട് കുറച്ച് അങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ. ഇവർക്ക് 20 മിനിറ്റ് ആയിരുന്നു ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓളൊരു 45 മിനിറ്റോളം അതിൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അധികം ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ നിന്നൊക്കെ കയറി പിന്നെ കുറച്ച് നേരം ഇവർ റൈഡിൽ കയറണമൊക്കെ നോക്കി നിന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ തലമിന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവന് പറഞ്ഞു ഇവിടെ അടുത്ത് വേറൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട്, നമുക്ക് അവിടെയും കൂടി ഒന്ന് പോവാം, അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മക്കൾ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, അങ്ങനെ പൂരാ ചെയ്തത്. ഈ പോയ പാർക്കാണോ ഈ പാർക്കാണോ സൂപ്പർ? ചൊല്ലു പറട്ടെ, 3 നാൾ പോയപ്പോ പൊന്നാനിത്തെ പാർക്കാണോ ഇവിടുത്തെ പാർക്കാണോ സൂപ്പർ? രണ്ട് സൈഡും പുഴയാണ്. അപ്പൊ 2 പുഴയായിട്ട് ഞാൻ കാണിച്ചത്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇവിടേക്ക് പോണ റോഡ് നല്ല റോഡാണ് കേട്ടോ. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്, നല്ല റോഡുമാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ കോറി ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ലോറികളൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കേട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല റോഡ് ഉണ്ടാക്കിയതാണ്. എന്തോ അറിയില്ല, റോഡിലൊന്നും അങ്ങനെ കുണ്ടും കുഴിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി റോഡായിരുന്നു. നല്ല ഷൂ ഒക്കെ ഒരു വണ്ടി തന്നെ വെച്ചതായിരുന്നു കേട്ടോ. ഞാനും ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് നടക്കുന്നത്. അങ്ങനത്തെ ഒരു വഴിയായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ എൻ്റെ ചെരുപ്പിട്ടിട്ട് എനിക്ക് അങ്ങനെ നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നേ ഇതായി ഇവിടെ ഈ കോറിയത്തെ വെള്ളം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ കുളിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയയും കൂടി ഉണ്ട്. അവിടെ കുറേ ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടത്തേക്ക് അങ്ങോട്ടാണ് പോയത്. ആയിക്കോട്ടെ. അങ്ങനെ എന്താ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ വന്ന പാടെ തന്നെ വെള്ളത്തേക്ക് ഇറങ്ങി കളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഫാമിലീസ് ഉണ്ട്, ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഒരുപാട് ഫാമിലീസ്. കാരണം അവിടെ കയറി നിൽക്കാൻ വേറെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കാട് തന്നെ പറയാം. കുറച്ച് അപ്പുറത്ത് വീടൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിനെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ ഒരു വീടും കാര്യങ്ങളൊന്നും ഇല്ല. പാടവും ഇങ്ങനെ അങ്ങനെ വെള്ളച്ചാട്ടത്തിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ചായ കുടിക്കാനാണ് കേട്ടോ പോയത്. ഞാനും സ്ഥലം ഷവർമ്മയാണ് പറഞ്ഞത്. ഐശ്വര്യ പിന്നെ പൊക്കോട മതി എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഷവർമ്മ കഴിട്ട് വരലുള്ളൊരു പതിവാണല്ലോ. പിന്നെ ഞാനും പൊറാട്ടയും പിന്നെ ഈ താഴ്വാരൻ ചിക്കനും വാങ്ങിട്ടോ. ചിക്കൻ എല്ലാവർക്കും കഴിക്കാൻ വിചാരിച്ച് വാങ്ങിയതാണ്. സംഭവം ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അനുവിൻ്റെ ഒരു സ്ഥിരം സ്പോട്ടാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ അനു എന്നും ചായയും കടിയൊക്കെ കുടിച്ചിട്ടാണ് വരാറ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരാറ്. പിന്നെ ഞാനും കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ഥലം ബൂസ്റ്റും പറഞ്ഞു. ഐശ്വര്യ അതും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഓൾ പിന്നെ വെള്ളത്തിൻ്റെ ആളാണ്. പിന്നെ ഞങ്ങൾ കഴിച്ച ഷവർമ്മ അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അതൊന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെയാണ് കേട്ടോ പോകണത്. ഇനി എവിടെയും പോകാനൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ